ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കായുള്ള കസ്റ്റഡി അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്നുണ്ടായത്. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു. തിരുവല്ല കോടതി പരിസരത്ത് നിന്നും ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷിജോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി SIT നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ അതെപ്പോഴാണ് കോടതി പരിഗണിക്കുക? രാഹുലിനെ കോടതിയിൽ എത്തിച്ചല്ലോ അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയം മുമ്പാണ് തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം മതിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ആയതുകൊണ്ട് ആദ്യ കേസായി പരിഗണിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും മറ്റ് കേസുകൾ ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയിൽ രാഹുലിന്റെ കേസ് വിളിച്ചെങ്കിലും വീണ്ടും വിളിക്കാനായി അത് മാറ്റിവെച്ചിട്ടുണ്ട്. രാഹുലിനെ 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് SIT തിരുവല്ല ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. ഏതാണ്ട് ഒരു 3 ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി SITക്ക് മുമ്പാകെ ഒരു 2 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വിട്ടേക്കും. കാരണം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വളരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തണം എന്നുള്ളതാണ് SITയുടെ ആവശ്യം. സാഹചര്യ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഭവം നടന്ന ഹോട്ടലിലടക്കം എത്തിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് രാഹുലിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കണം. രാഹുലിന്റെ ഈ ഫോൺ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുതിയൊരു ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പാസ്വേഡ് അടക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ പറഞ്ഞു കൊടുക്കാൻ രാഹുൽ വിസമ്മതിച്ചിരുന്നു. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഈ സംഭവം നടക്കുന്ന സമയത്ത് രാഹുലിന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ഫോണാണ്. ആ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. ആ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് രാഹുലിനെ ഒരു 5 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യമാണ് SIT സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ജാമ്യ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ കാര്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല പ്രതിഭാഗം. പക്ഷേ ഇന്നലെയും ജാമ്യ ഹർജിയിൽ ചെറിയ വാദമുണ്ടായിരുന്നെങ്കിൽ പോലും പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ശേഷം മാത്രം ജാമ്യ ഹർജി പരിഗണിച്ചാൽ മതി എന്നുള്ള നിലപാട് മജിസ്ട്രേറ്റ് സ്വീകരിക്കുകയായിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എന്താണോ ആ റിപ്പോർട്ട് കോടതിയിലേക്ക് വരട്ടെ. ആ കോടതിയിൽ വന്നതിന് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാം എന്നുള്ള നിലപാട് മജിസ്ട്രേറ്റ് പ്രതിഭാഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇഷ്യൂ ചെയ്തത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപക്ഷെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ തന്നെ വീണ്ടും വൈദ്യപരിശോധന നടത്തി AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. AR ക്യാമ്പിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ചായിരിക്കും വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 6 മണിക്കൂറിലധികം AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊക്കെ വളരെ നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ സ്വീകരിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം കണ്ടതാണ്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിന്റെ സമാനമായുള്ള പ്രതിഷേധം ഇന്നും പത്തനംതിട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലും തിരുവല്ല താലൂക്ക് ആശുപത്രിയിലും കണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് മാവേലിക്കര ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സമയം അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധമുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ ഉടനീളം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് വന്ന് കയറിയപ്പോൾ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ SFI അടക്കമുള്ള പ്രവർത്തകർ ആശുപത്രിക്ക് അകത്തും പുറത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം തീർത്തു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വിവിധയിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവല്ല കോടതി പരിസരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.